ഇതിൽ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയത്തിൽ ഊന്നി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം സുരേഷ് ഗോപിയെ കുറിച്ച് പറയാനാണെങ്കിൽ സുരേഷ് ഗോപിയെ കുറിച്ച് പറയുന്നതിന് മറുവാദം പറയേണ്ടി വരും. ഇതിൽ കേസിൽ രാഷ്ട്രീയ പ്രതിരോധമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ തുടങ്ങാം. രാഷ്ട്രീയ വേട്ടയാണെങ്കിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ മറുഭാഗത്തുള്ളവർ ശ്രമിക്കും എന്നുള്ളത് അത് ബിജെപിയുടെ കാര്യത്തിൽ മാത്രമല്ല, CPIM ആയാലും അത് ചെയ്യും, കോൺഗ്രസ് ആയാലും അത് ചെയ്യും, ആം ആദ്മി പാർട്ടി ആയാലും ഏത് പാർട്ടി ആയാലും തങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാവിനെതിരെയാണ് വരുന്നതെങ്കിൽ ആ കൃത്യമായ പ്രതിരോധം തീർക്കാൻ ഒപ്പമുണ്ടാകും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇന്ന് നടക്കാവ് സ്റ്റേഷന് മുന്നിൽ കണ്ടത്. BJP നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കരുവന്നൂരിൽ പദയാത്ര നടത്തിയതിന് സുരേഷ് ഗോപിക്കെതിരെ സർക്കാർ നടത്തുന്ന പകപോക്കലാണ് ഈ കേസും അതിനുശേഷമുള്ള സംഭവങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ വേട്ടയാടലും എല്ലാം എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പകപോക്കൽ നടക്കുന്നുവെന്ന് ആ പാർട്ടിക്ക് തോന്നലുണ്ടെങ്കിൽ അവരിങ്ങനെ ഒരു പ്രതിരോധം തീർക്കുന്നതിനെ എന്തിനാണ് പുച്ഛിക്കുന്നത്, എന്തിനാണ് പരിഹസിക്കുന്നത്? എല്ലാ നേതാക്കളും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ വരുന്നത് എന്തോ മഹാസംഭവമാണ്, അങ്ങനെ നടക്കാൻ പാടില്ല, കേരളത്തിലെ BJP മുഴുവൻ ഛിന്ന ഭിന്നമായി പോകണം, അല്ലെങ്കിൽ BJP എന്ന ഒരു പാർട്ടിയെ ഇവിടെ പാടില്ല എന്നൊക്കെ മറ്റു പല വിഷയങ്ങളിലും BJP വളരാൻ സമ്മതിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലടക്കം നികേഷ് സാർ അടക്കം സൂചിപ്പിച്ചതാണ്. ഷാഫി പറമ്പിൽ ജയിച്ചത് അത് BJP അങ്ങനെ ജയിക്കേണ്ട, അതിന് വോട്ട് കൊടുത്തിട്ടുണ്ടാകും എന്ന് സാർ ഇന്നലെ പറഞ്ഞത്. ഷാഫി പറമ്പിൽ കിട്ടിയ വോട്ടിനെ കുറിച്ചാണ്. അതെ, നികേഷ് കുമാർ BJP ജയിക്കേണ്ട അങ്ങനല്ല, BJP അങ്ങനെ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, മുമ്പത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇതേ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോട്ടെ, അതല്ലല്ലോ വിഷയം. ഇവിടുത്തെ വിഷയം രാഷ്ട്രീയ വേട്ടയാണെങ്കിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ആ പാർട്ടിക്ക് അവകാശമില്ല എന്നുള്ളതാണ്. ആ പാർട്ടിക്ക് അവകാശമുണ്ട്, അല്ലാതെ അവിടെ സുരേഷ് ഗോപി ചെയ്തത് ന്യായീകരിക്കാൻ പാർട്ടി കമ്മീഷനെ വെച്ചില്ലല്ലോ BJP. പീഡനത്തിന്റെ തീവ്രത അളന്നില്ലല്ലോ, പീഡനമാണോ എന്ന് ഉള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അവിടെ എന്താ ഉണ്ടായതെന്നും പൊതുമധ്യത്തിലാണ് ആ സംഭവം നടന്നതെന്നുള്ളതും എല്ലാവരും കണ്ടതാണ്. അതേക്കുറിച്ച് നമ്മൾ അടക്കം ചർച്ച ചെയ്തതാണ്. അതിൽ ആ മാധ്യമ പ്രവർത്തകർക്കുണ്ടായ അപമാനത്തിൽ അവർക്ക് പരാതിപ്പെടാനുള്ള എല്ലാ അവകാശവും നിയമപരമായി അത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതൊരു ഭാഗം. പക്ഷേ ഇവിടെ ഈ രാഷ്ട്രീയമാണ് ചർച്ചയാകുന്നത്. ഇവിടെ സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോൾ സുരേഷ് ഗോപി അങ്ങനെ തുടർച്ചയായി എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് സ്ഥാപിക്കാനായി ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവരെന്ന് സ്വയം വിചാരിക്കുന്ന കുറെ ആളുകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനവർ പ്രതിരോധം തീർക്കുമെന്നേ. കാരണം സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്, അത് ദേശീയ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ്. സുരേഷ് ഗോപി തന്നെ പറയുന്നത് കേരളത്തിലെ അനീതിക്കെതിരെയും അഴിമതിക്കെതിരെയും ഒക്കെ ശബ്ദിക്കാൻ തുടങ്ങിയപ്പോഴാണ് തനിക്കെതിരെ വൈരാഗ്യം തുടങ്ങിയത്. ഇപ്പോൾ സുരേഷ് ഗോപി BJP-യിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ MP ആയിട്ടൊക്കെ കുറെ കാലമായല്ലോ. അപ്പോഴൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വേട്ടയാടൽ സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപി കൂടുതൽ പൊളിറ്റിക്സിൽ ആക്റ്റീവ് ആകുന്നതിന്റെയാണ്. മറ്റേ 80:20 ഒന്നും ഞാൻ എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സുരേഷ് ഗോപി ഒരു കംപ്ലീറ്റ് പൊളിറ്റീഷ്യനായി മാറുന്നതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയി ഈ സംഭവം. MT രമേശ് എന്നുള്ളത് അത് ഞാൻ ഓരോ നേതാക്കളെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഞാൻ എന്റെ സ്റ്റാൻഡാണ് പറയുന്നത്. 80:20 എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇറ്റ്സ് മൈ സ്റ്റാൻഡ്. പിന്നെ ഒരു നേതാവിന്റെ എനിക്ക് എൻഡോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയാണ് വിട്ടയച്ചിരിക്കുന്നത്. 11:55 സ്റ്റേഷനിൽ ഹാജരാകുന്നു, ഉച്ചകഴിഞ്ഞ് 2:22 വിട്ടയക്കുന്നു. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അവിടെ K സുരേന്ദ്രനും PK കൃഷ്ണദാസും ശോഭാ സുരേന്ദ്രനും MT രമേശും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരൊക്കെ എല്ലാ കാലത്തും വെവ്വേറെ ഫ്രെയിമുകളിൽ വന്ന് പരസ്പരം പോരടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നേ. അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മാറ്റം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയമെടുക്കും. അത് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ എന്റെ സമയം എന്തായാലും കളയുന്നില്ല, മനസ്സിലാകില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ സ്റ്റേഷന് പുറത്ത് കണ്ട ജനാവലി എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ആളുകളാണ്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നവരാണ്. നികേഷ് സാർ നേരത്തെ വാർത്ത വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഹാജരാകലും ആ ഒരു എന്റെ ഇവന്റ് നടക്കുന്നത്. ആ ഇവന്റിൽ വരുന്ന ആളുകൾ സ്ത്രീകളടക്കം പ്രതികരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ മൈക്കിന് മുന്നിൽ വന്ന് പ്രതികരിച്ചല്ലോ, കേസിനെ പറ്റി അവർ പറയുന്നുണ്ട്, അവരെന്താണ് മനസ്സിലാക്കുന്നത്, അത് അവരുടെ അവകാശം. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതും നമ്മുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് കൃത്യമായി പറഞ്ഞതുമാണ്. പിന്നെ അവിടെ ആ ബാനറിൽ എഴുതിയിരുന്നത് വേട്ടയാടാൻ വിട്ടുതരില്ല എന്നതാണ്. അത് ആ പാർട്ടിയുടെ സ്റ്റാൻഡാണ്, ആ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനമാണ്. K സുരേന്ദ്രന്റെ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ട് K സുരേന്ദ്രൻ എന്തോ അസ്വസ്ഥനാണ്, K സുരേന്ദ്രൻ ഒരു നീതി, സുരേഷ് ഗോപി അങ്ങനെയൊന്നുമില്ല. ആ പാർട്ടി BJP ആണ്, ആ പാർട്ടിക്ക് അതിന്റേതായ രീതികളുണ്ട്. അല്ല സാറേ, ഞാനും ഒരു ജേർണലിസ്റ്റ് അല്ലേ സാർ, ഞാനും ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കില്ല. അങ്ങ് വിലയിരുത്തുന്ന പോലെ തന്നെ എനിക്ക് വിലയിരുത്താമല്ലോ. അല്ല, വിലയിരുത്താം, പക്ഷേ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. എനിക്ക് തോന്നിയില്ല, അങ്ങേക്ക് തോന്നി, എനിക്ക് തോന്നിയില്ല. തന്നെ ഞാൻ തോന്നേണ്ട ആവശ്യം, എനിക്ക് തോന്നേണ്ട ആവശ്യം അല്ല. നമ്മുടെ രണ്ടുപേരുടെയും തോന്നലുകൾ എപ്പോഴും വ്യത്യസ്തമാണ്. അങ്ങനെ ആവണം, അതിനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. ശരി, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ. ഇവിടെ ഇപ്പോൾ ഈ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടോ എന്നുള്ളത് കോടതിയിൽ എത്തുകയും തെളിയിക്കപ്പെടുകയും ചെയ്യേണ്ട ഒന്നാണ്. അതൊരു പൊതുവേദിയിലാണ്, പൊതുവായി നിൽക്കുന്ന, ബൈറ്റ് എടുക്കാൻ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇതുണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളടക്കം എല്ലാവരും കണ്ടതാണ്, പബ്ലിക് ഡൊമൈനിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അതിന്റെ പല വേർഷൻസ്, അതായത് പല ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കം കോടതിയിൽ അവരും കൊണ്ടുപോകും. അപ്പോൾ കോടതി കുറ്റക്കാരനെന്ന് വിധിക്കുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപി എന്തോ ശിക്ഷിച്ചു, സുരേഷ് ഗോപി ഒരു പീഡന വീരനാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരോട് പുച്ഛം മാത്രമേ ഉള്ളൂ. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞ ഒരു വാചകം കൂടി പറയാം. സുരേഷ് ഗോപി ഈ നാട്ടിൽ പുഷ്പം പോലെ ഇറങ്ങി നടക്കുമെന്നാണ് K സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞത്. സാർ നേരത്തെ പറഞ്ഞ ബോഡി ലാംഗ്വേജിലൊക്കെ ഭയങ്കര അസ്വസ്ഥനായിരുന്നു എന്നൊക്കെ സാർ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ച അതേ സുരേന്ദ്രൻ പറഞ്ഞ വാചകമാണ് സുരേഷ് ഗോപി ഈ നാട്ടിൽ പുഷ്പം പോലെ ഇറങ്ങി നടക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് BJP എന്ന പാർട്ടിയുടെ തീരുമാനമായിരിക്കും. അവരൊന്നിച്ച് സുരേഷ് ഗോപിയെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇന്ന് അവിടെ ഇറങ്ങിയത്. കണ്ണൂരാണെങ്കിലും മത്സരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഉലയ്ക്കാമല്ലോ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ തന്നെ കൂടുതൽ സജീവമാകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കരുവന്നൂരിൽ പദയാത്ര മാത്രമല്ല സുരേഷ് ഗോപി നടത്തിയത്, പദയാത്ര അത് താങ്കളുടെ വ്യാഖ്യാനം, താങ്കൾ പറഞ്ഞോളൂ, താങ്കളുടെ പുച്ഛമൊക്കെ താങ്കൾ തുടർന്നോളൂ. പിന്നെ ഞാൻ പൂർത്തിയാക്കട്ടെ. കരുവന്നൂരിൽ പദയാത്ര നടത്തി ആ ഒരു പ്രതിഷേധം ആ വിഷയത്തിൽ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അവിടെ മരിച്ച നിക്ഷേപകൻ ശശിയുടെ കുടുംബത്തിലേക്ക് ഇപ്പുറത്ത് വേറൊരു യാത്ര നടന്നായിരുന്നു, കരുവന്നൂരിൽ ED-യുടെ വേട്ട എന്നൊക്കെ പറഞ്ഞ്. ആ യാത്രയും പ്രതിഷേധവും ഒക്കെ നടത്തി അവരെയൊന്നും ശശിയുടെ വീട്ടിൽ കണ്ടില്ല. പണം കിട്ടാതെ മരിച്ച നിക്ഷേപകൻ ശശിയുടെ കുടുംബത്തെ പോയി കണ്ട് അവർക്ക് സഹായം കൊടുത്ത ആളുകൂടിയാണ് സുരേഷ് ഗോപി. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അങ്ങനെയുള്ള ആളാണ് സുരേഷ് ഗോപി. അല്ലാതെ മറുഭാഗത്ത് പാർട്ടിക്ക് വേണ്ടി പട നയിക്കുക മാത്രമല്ല, ആളുകളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്.
അതൊക്കെ കാണേണ്ടവർ കാണുന്നത് ചാരിറ്റി കൊടുത്താൽ ഒരു criminal offense ഇല്ല. ചാരിറ്റി അല്ല അല്ല, ഇനി നമ്മൾ ചർച്ചയിലേക്കാണ്. ചാരിറ്റി അല്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ചാരിറ്റി അല്ല. കരുവന്നൂരിൽ വെറും പദയാത്ര നടത്തി ആ വഴിയെ അങ്ങ് ഓടി പോവുകയല്ല ചെയ്തത്. അവിടെ ആ വിഷയം മണ്ഡലം അവിടെ തൃശ്ശൂരല്ലേ, എവിടെ ഓടിപ്പാരാ? നിങ്ങൾ ഈ മണ്ഡലത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചും മാത്രമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം. ഇന്നത്തെ ഈ ഇതിന് ശേഷമുള്ള റിയാക്ഷനാണ്, സർക്കാരിനെ വിമർശിച്ചാൽ കേസ് ഉണ്ടാക്കുന്നു. സുരേഷ് ഗോപിയുടെ വാക്കുകളാണ്. അങ്ങനെ വിമർശിച്ചിരുന്ന ആളല്ല ഞാൻ, പക്ഷേ ഇനി വിടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ 18-ാം തീയതിക്കുള്ളിൽ ഹാജരാകണമെന്നാണ് സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടത്. 18-ാം തീയതിക്ക് മുൻപുള്ള തീയതിയാണല്ലോ 15. ഇന്ന് പോയി കൃത്യസമയത്ത് സുരേഷ് ഗോപി അവിടെ ഹാജരായി. മാത്രമല്ല സാധാരണ നിയമ നടപടിക്രമം മാത്രമല്ലേ അത് ഹാജരാകാൻ സുരേഷ് ഗോപി പോയി. സുരേഷ് ഗോപി അല്ലാതെ നിങ്ങൾ എല്ലാവരും വരണം, സുരേന്ദ്ര ഒരു 500 പേരെ കൂട്ടിയിട്ട് പ്രകടനമായി വരണം എന്ന് സുരേഷ് ഗോപി. എനിക്ക് എന്റെ മറുപടി കൃത്യമായ മറുപടി തന്നെയാണ്. ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെ വിശദീകരിച്ചിട്ടുള്ളതുമാണ്. അതായത് മാധ്യമപ്രവർത്തകയ്ക്കുണ്ടായ അപമാനത്തെ അവർ ചോദ്യം ചെയ്തുകൊണ്ട് കൊടുത്ത പരാതിയെയോ ആ മാധ്യമപ്രവർത്തകയോ അല്ല അവിടെ ചോദ്യം ചെയ്യുന്നത്. കൃത്യമായി രാഷ്ട്രീയ വേട്ടയാടൽ നടക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തു. മാത്രമല്ല കേസിന്റെ നടപടിക്രമങ്ങളുമായി സുരേഷ് ഗോപി സഹകരിക്കുന്നുണ്ട്. അതിൽ തെറ്റുണ്ടെന്നല്ലോ പറഞ്ഞത്. രാഷ്ട്രീയ വേട്ടയാടൽ നടക്കുന്നുണ്ടെന്ന് ആ പാർട്ടിക്ക് അവകാശം അവർക്ക് അവിടെ എവിടെയാണെന്നാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. ബിജെപിക്ക് തോന്നിയതിനെ കുറിച്ച് താങ്കൾ എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ അത്രയും നേരം സംസാരിച്ചത് ബിജെപിക്ക് വേണ്ടിയല്ല. ശരി, ഞാൻ പറയുന്നത് വെച്ചാൽ കോഴിക്കോട്ട് ഇന്ന് കോഴിക്കോട്ടാണല്ലോ ഈ സംഭവം. നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണല്ലോ. അവിടെ ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടന്നല്ലോ. ഡിവൈഎഫ്ഐ മാർച്ച് നടത്തേണ്ടിയിരുന്ന ഒരു 2 സംഭവത്തെ കുറിച്ച് കൂടി ഞാൻ പറയാം. CPIM നേതാവിനെതിരെ CPI വനിതാ നേതാവിന്റെ പീഡന പരാതി 2022 ഓഗസ്റ്റ് 16-ാം തീയതിയാണ് ചെറുവണ്ണൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറയട്ടെ. സമീകരിക്കുകയല്ല, ഇടപെടാതെ അല്ലല്ല, അങ്ങനെ സമീകരണമല്ല. ഞാൻ പരാതിയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ നിയമപരമായുള്ള പരാതികളെ എങ്ങനെയാണ് CPIM ടേക്കപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ലീഗൽ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. പറയട്ടെ. CPI വനിതാ നേതാവിന്റെ പീഡന പരാതിയാണ്. ചെറുവണ്ണൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ 9-ാം വാർഡ് അംഗവുമായ KP ബിജുവിനെതിരെ ഉള്ള പരാതിയാണ്. അത് രാഷ്ട്രീയ ആവശ്യത്തിനായി പഞ്ചായത്ത് ഓഫീസിലെത്തിയ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വേറെങ്ങുമല്ല, രാഷ്ട്രീയ ആവശ്യത്തിനായി പഞ്ചായത്ത് ഓഫീസിലെത്തിയ തന്നെ CPIM നേതാവ് ഉപദ്രവിച്ചു എന്നുള്ളതാണ്. ആ പരാതി സെറ്റിലാക്കി. ആ പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തിയോ? എനിക്ക് അറിയേണ്ട കാര്യം അത്രേ ഉള്ളൂ. ആ പരാതി നിയമപരമായി പോകേണ്ട പരാതിയിൽ ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഡോക്ടർ അരുൺ, ആശയം മനസ്സിലാക്കൂ. ഈ പരാതി എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്താതെ ഒതുക്കപ്പെടുന്നു? ഒന്നാമത്തെ കാര്യം ഞാൻ അടുത്തത് പറയാം. CPIM മല്ലപ്പുഴശ്ശേരി ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതി അത് അന്വേഷിക്കാൻ 3-അംഗ സമിതിയെ വെക്കുകയാണ്. പോലീസിൽ പരാതിപ്പെടാൻ അവർക്ക് അനുമതിയില്ല, പാർട്ടി തീർക്കും. അടുത്തത് പറയാം. CPIM ലോക്കൽ സെക്രട്ടറി പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം യുവ നേതാവിനെതിരെ പരാതി കൊടുത്തത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് ഭാരവാഹിയായ വനിതാ നേതാവാണ്. അവിടെ ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് പറഞ്ഞ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ പിന്നിൽ അത്യന്തം അപലപനീയമായ നിലപാടുണ്ട്.